എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ 2 പതിറ്റാണ്ട് നീണ്ടു നിന്ന ഒരു യുഗത്തിന് അന്ത്യം കുറിച്ചിരിക്കുകയാണ്. ഇറാന്റെ പരമാധികാരിയായിരുന്ന അയത്തുള്ള അലി ഖമേനിയെ ഇസ്രയേലിലെ ചുണക്കുട്ടികൾ കൊന്നു തള്ളിയിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായിട്ടാണ് ഈ ഒരു ഓപ്പറേഷൻ നടത്തിയത്. അപ്പോൾ വരും ദിവസങ്ങളും ഏകദേശം 10 ദിവസം കൂടി ഈ രണ്ടുപേരും ചേർന്നിട്ട് ഇറാനിൽ സൈനിക നടപടി തുടരുമെന്നാണ് ഇവർ സംയുക്തമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ അയത്തുള്ള അലി ഖമേനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സിദ്ധാന്തങ്ങൾ, അതായത് തിയറീസ് ഇപ്പോൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വലിയ വാർത്താ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ അലി ഖമേനിയുടെ മരണം റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇത് വലിയ രീതിയിലുള്ള ദൂരവ്യാപകമായ പല പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ പോവുകയാണ്. അതായത് നമ്മുടെ നാട്ടിൽ പോലും എണ്ണവില 200 രൂപയ്ക്ക് മുകളിൽ പോകുന്ന ഒരു അവസ്ഥ വരാൻ പോവുകയാണ്. അതായത് ഹോർമിസ് കടലിൽ അടച്ചിട്ടാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ക്രൂഡിൻ്റെ ഇൻപുട്ട് ഉണ്ടാവില്ല, ഇങ്ങോട്ട് വരവുണ്ടാവില്ല. അപ്പോൾ വലിയ രീതിയിലുള്ള അന്താരാഷ്ട്ര ഇതിൽ മാർക്കറ്റിൽ ക്രൂഡിൻ്റെ വില ഉയരും. തൽഫലമായിട്ട് നമ്മുടെ മാർക്കറ്റിൽ എന്താ പറയേണ്ടത്, ഇതിൻ്റെ പെട്രോളിൻ്റെ വിലയടക്കം കൂടാനുള്ള സാധ്യതയുണ്ട്. പെട്രോളും ഗ്യാസൊക്കെ വില കുത്തനെ കൂടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്, പ്രത്യേകിച്ച് ഇതും യൂറോപ്പിനെയും ബാധിക്കും. ഈ ഒരു അവസ്ഥ യൂറോപ്പിനും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ഇസ്രായേൽ, അമേരിക്ക അവർ സംയുക്തമായിട്ട് ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സൈനിക നടപടിയാണ്. അപ്പോൾ എങ്ങനെയാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് അമേരിക്കയും ഇസ്രയേലും സംയുക്തമായിട്ട് ഈ അലി ഖമേനിയെ കൊല്ലാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ അമേരിക്കയുടേതായാലും ഇസ്രയേലിനായാലും അവർ വലിയ രീതിയിൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അലി ഖമേനിയെ ടാർഗറ്റ് ചെയ്യാൻ, അതായത് സ്പോട്ട് ചെയ്യണമല്ലോ, ആ സ്പോട്ട് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും ഇവർക്ക് അതിനുള്ളൊരു സാഹചര്യം കിട്ടുന്നില്ല. പക്ഷേ എങ്ങനെയാണ് കിട്ടിയത്? ആ കാര്യങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് വലിയ രീതിയിൽ ഇങ്ങനെ തിയറീസ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. അതായത് അലി ഖമേനി ബേസിക്കലി സെൽഫോൺ ഉപയോഗിക്കാതെ, അതായത് ഒരു ഡിജിറ്റൽ ഗാഡ്ജറ്റോ അങ്ങനെ ഡിജിറ്റൽ എക്യുപ്മെൻറ്റ്സും ഒന്നും ഉപയോഗിക്കാറില്ല. പക്ഷേ 12 വർഷം മുന്നേ സ്വന്തം മകളുടെ സെൽഫോൺ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ടെലിഗ്രാം മെസ്സേജ് അതിനകത്ത് നിന്ന് അലി ഖമേനി അയച്ചിട്ടുണ്ട്. ഒരു ക്രിപ്റ്റിക് മെസ്സേജ് ആയിരുന്നു. പക്ഷേ അത് മൊസാദിൻ്റെ അവരുടെ സൈബർ ടീം കറക്റ്റ് ട്രാക്ക് ചെയ്യുകയും ഇതിൻ്റെ ഒറിജിൻ, അത് ആരാണ് ചെയ്ത് ആർക്കാണ് അയച്ചതെന്നുള്ള വ്യക്തമായ വിവരം അവരുടെ പക്കലുണ്ടായിരുന്നു. അതുമായി ആ ഒറ്റ ക്ലൂ മാത്രമാണ് ഇയാളെ ശരിക്കും സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോഴും പല ഘട്ടങ്ങളിലായിട്ട് ഈ അലി ഖമേനി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, കഴിഞ്ഞ ഒരു 5-8 വർഷമായിട്ട് അലി ഖമേനി അങ്ങനെ പബ്ലിക് മീറ്റിങ്ങിൽ അങ്ങനെ അധികം വരാറില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പുറം മറ്റുള്ള രാജ്യങ്ങളിലെ ഡെലിഗേറ്റോ അങ്ങനെ മുതിർന്ന പ്രധാനമന്ത്രിമാരോ പ്രസിഡന്റുമാരോ വരുമ്പോൾ മാത്രം പോകും. പിന്നീട് അതിനുശേഷം എങ്ങോട്ടാണ് പോകുന്നത്, എവിടെയാണ് ഉള്ളതെന്ന് ആർക്കും ഒരു ഐഡിയ ഇല്ല. ഇറാനിൽ തന്നെയുള്ള ആൾക്കാർക്ക്, ഇറാനിൽ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരുപാട് മൊസാദിൻ്റെ ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് പോലും ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇയാളുടെ നീക്കങ്ങളും, ഇയാൾ എവിടെയാണ് സ്പോട്ട് ഒന്നും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതിനെ കേന്ദ്രീകരിച്ച് നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി സ്വന്തം മകളുടെ ഫോൺ ഉപയോഗിച്ച് 10-12 വർഷം മുന്നേ ഉപയോഗിച്ചിരുന്നു. ആ നമ്പർ തന്നെയാണ് ഇപ്പോഴും മകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ശനിയാഴ്ചയാണ് ഈ അലി ഖമേനി കൊല്ലപ്പെട്ടത്. അപ്പോൾ കൊല്ലപ്പെടുമ്പോഴുണ്ടല്ലോ, ആ സമയത്ത് ഇതേ ഫോണിൽ നിന്ന് സെയിം ക്രിപ്റ്റിക് മെസ്സേജ് പോയി. അപ്പോഴാണ് ശരിക്കും അവർ ഈ ഇസ്രയേലും അമേരിക്കയും തീരുമാനിച്ചിരിക്കുകയാണ്, അവർക്ക് അപ്പോൾ കൺഫേമായി ഈ ഓഫീസിൽ അലി ഖമേനി ഉണ്ട് എന്നും. അപ്പോൾ തന്നെ എന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെയാണ് ഏകദേശം 30 ബോംബുകളാണ് ആ ഓഫീസിൽ, അലി ഖമേനിയുടെ ഓഫീസിൽ വർഷിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. അപ്പോൾ അതിനകത്ത് തന്നെയാണ് സ്വന്തം മകളും ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ രീതിയിലുള്ള, അപ്പോൾ ഒരു കാര്യം പറയാം, ഈ ലോകത്ത് തന്നെ പല ടെക്നോളജികളും അടക്കി വെച്ചിരിക്കുന്നത് ഈ അമേരിക്കയും ഇസ്രയേലും പോലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് പോലും ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, അത് ഇന്ന് ഏത് ലോകത്തിലെ ഏത് പൗരനെ എടുത്ത് കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു അമേരിക്കൻ മെയ്ഡ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ അമേരിക്കയിൽ ക്ലൗഡിൽ എന്തെങ്കിലും അവർ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. ടെക്നോളജി അത്രത്തോളം വളർന്നിരിക്കുകയാണ്. നമ്മൾ ഒരു തലത്തിലും ഇത് മാറി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു അവസരത്തിൽ അലി ഖമേനി ഇവരൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെ മാറുന്നത് ഇപ്പോഴും ചർച്ചാ വിഷയമാണ്. അയാൾ എന്താണ് യൂസ് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേഷൻ എന്താണ്? അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ഫോണോ അങ്ങനെ ഗാഡ്ജറ്റോ ഒന്നും ഉപയോഗിക്കാറില്ല. ഫുൾ ത്രൂ മാനുവൽ കമ്മ്യൂണിക്കേഷൻ മാത്രമാണ്. അത്തരം കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ അലി ഖമേനിയെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞ കുറേ നാളായിട്ട്, അപ്പം ഈ അടുത്ത കാലത്ത് തന്നെ ഡൊണാൾഡ് ട്രംപ് ഒഫീഷ്യലി വാൺ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതായത് ഇവിടെ നടക്കുന്നത് മനുഷ്യാവകാശ ധ്വംസനങ്ങളാണ്, അവിടെ ജനാധിപത്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് നീതി വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം അമേരിക്ക വന്നത്. അപ്പോൾ കഴിഞ്ഞ 10 ദിവസം മുന്നേ തന്നെ ഡൊണാൾഡ് ട്രംപ് വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ഇനി നിങ്ങൾക്ക് സമയം തരിക, ഏകദേശം 7 ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തിനകത്ത് നിങ്ങൾ ഉടൻ ഞങ്ങളുടെ വരുതിക്ക് നിന്നില്ലെങ്കിൽ, അതായത് ഞങ്ങൾ പറയുന്ന കണ്ടീഷൻസ് അംഗീകരിച്ചില്ലെങ്കിൽ ഉടൻ തന്നെ ആക്രമിക്കുമെന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ ലോകത്തിൽ പല മാധ്യമങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എന്തായാലും അമേരിക്ക ഇറാനെ ആക്രമിക്കും, പക്ഷേ അത് ഈ അലി ഖമേനിയുടെ സമ്മതത്തോട് കൂടിയായിരിക്കും. അതായത് അലി ഖമേനിയും ഡൊണാൾഡ് ട്രംപ് തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്ത്, അതായത്
ഇവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. ഈ ലോകത്തോട് വിളിച്ച് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ എന്തായാലും ഈ ഖമേനിയെ അവിടെ കയറി അടിക്കും എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ സ്വന്തം മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഡൊണാൾഡ് ട്രംപും ഖമേനിയും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്ന തരത്തിലാണ് പല പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഖമേനി കൊല്ലപ്പെട്ടതോടുകൂടി ശരിക്കും ആ ഒരു ഗൂഢാലോചന തിയറീസ് ഒന്നും ഇനി അധികം നടക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ ഒഫീഷ്യലി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടല്ലേ, ഒരു ടെലിവിഷൻ അവതാരകൻ ആദ്യമായിട്ട് ഇറാനിയൻ ജനതയോട് വിളിച്ച് പറയുന്ന ആ ഒരു വീഡിയോ, അതായത് ഖമേനി കൊല്ലപ്പെട്ടു എന്നില്ലേ, അത് ഭയങ്കര ഇവിടെ എക്സിലായാലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലായാലും ആ ഒരു വീഡിയോ ഭയങ്കര ട്രെൻഡിങ് ആണ്. അപ്പോൾ എന്തിനായാലും നേരത്തെ പ്രചരിച്ച ആ തിയറീസ് ഒന്നും ഇപ്പോൾ അത് ശരിക്കും സത്യമല്ല. അതായത് ഖമേനിയും ട്രംപും തമ്മിലൊരു ഡീലുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വാർത്ത വന്നിരുന്നു. പക്ഷേ അത് സത്യമല്ല എന്ന് മനസ്സിലായിരിക്കുകയാണ്. അപ്പോൾ ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് കേട്ടോ. ഇന്ന് മറ്റേ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു തന്നെ, നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചൊരു കാര്യമാണ് ഇന്ന് നടന്നത്. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ശരിക്കും ഇറാനെ ഭയപ്പെട്ടിരുന്നു. ഈ അലി ഖമേനി അവിടെ ഭരണത്തിലിരിക്കുന്ന കാലത്തെടുത്തോളം ഈ ഇസ്രായേൽ ഇറാനെ ഭയപ്പെട്ടിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരുപാട് കാര്യങ്ങളിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ആണവോർജ്ജം ഉണ്ടാക്കില്ല, അത്തരം കാര്യങ്ങളിൽ അത്തരം ഉടമ്പടികളിലൊക്കെ ഒപ്പുവെച്ചിരുന്നു. പക്ഷെ അവർ രഹസ്യമായിട്ട് ആണവോർജ്ജം യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുകയും ആണവോർജ്ജം ഉണ്ടാക്കുകയും ചെയ്യുന്ന വിവരങ്ങൾ അമേരിക്ക കിട്ടിയിരുന്നു. അപ്പോൾ അന്ന് തൊട്ടാണ് ഇസ്രായേലും ഈ ഇറാനും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. മുമ്പ് ഈ ഇസ്രായേലും ഇറാനും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു. പക്ഷേ അതിൻ്റെ പേരിലാണ് ഇവർ തെറ്റുന്നതും. അപ്പോൾ ഇസ്രായേൽ ഭയപ്പെട്ട് തന്നെ ഏത് നിമിഷവും ഇന്നല്ലെങ്കിൽ നാളെ ഇറാൻ ഞങ്ങളുടെ മുകളിൽ ഒരു അണുബോംബ് ഇടും എന്ന അത്തരത്തിലൊരു വിശ്വസിച്ച് പോകുന്ന ഒരു രാജ്യമായിരുന്നു ഇസ്രായേൽ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ, അതായത് മൊസാദുമായി ബന്ധപ്പെട്ട് മൊസാദിൻ്റെ ആൾക്കാർ പോലും കേക്ക് കട്ട് ചെയ്തിട്ട് വലിയ രീതിയിലുള്ള സെലിബ്രേഷൻസാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഈ ഖമേനി കൊല്ലപ്പെട്ടതിനെ തുടർന്ന്. അപ്പോൾ അത്തരത്തിലുള്ള വലിയൊരു ആശ്വാസം ആണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേലി ജനതയെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു റിപ്പോർട്ട് പ്രകാരം ഈ ഹോർമിസ് കടലിടുക്ക് അടച്ചിടുന്ന ഇത് കൊണ്ട് വലിയ രീതിയിലുള്ള ക്രൂഡിൻ്റെ വില കൂടുന്ന കാരണം വലിയ രീതിയിലുള്ള സാമ്പത്തികമായി പലതരത്തിലുള്ള മാറ്റങ്ങളും ഡീവിയേഷൻസ് വേൾഡ് മാർക്കറ്റിൽ തന്നെ, നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. വലിയ രീതിയിലുള്ള ഗുരുതരമായ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പല രാജ്യങ്ങളും മുന്നോട്ട് പോകാൻ പോവുകയാണ്. നമുക്കറിയാം ഇവിടെ തന്നെ എണ്ണയുടെ വില വർദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വില കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് രാജ്യം പോകാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് വന്ന മറ്റൊരു വാർത്ത പ്രകാരം ഇറാൻ ഈ ഹോർമിസ് കടലിലൂടെ കൊണ്ടുപോകുന്ന ക്രൂഡ് ഓയിൽ കൊണ്ടുപോകുന്ന ഷിപ്പ്, അത് ഏത് രാജ്യത്തിനാണെന്ന് അറിയില്ല, ആ ഷിപ്പ് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏകദേശം 15ഓളം ആ ക്രൂസിൽ 15ഓളം ഇന്ത്യക്കാരും ഉണ്ട് എന്നുള്ള വാർത്തയും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഖമേനിയുടെ ഇന്ത്യ ഇപ്പോൾ ഇസ്രായേലുമായിട്ട് നല്ല ബന്ധത്തിൽ പോകുന്ന ഒരു ആ സമയത്ത് പോലും ഇറാനും ഇന്ത്യയും തമ്മിൽ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അത് നമുക്കറിയാം, ചബഹാർ പോർട്ടൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഇതിൽ ഇന്ത്യയുടെ നീക്കങ്ങൾ എന്താണെന്നും അവിടെ ഇന്ത്യയുടെ റോൾ എന്താണെന്നും വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത്തരത്തിലുള്ള റിലേഷൻ ഇന്ത്യയും ഇറാനും തമ്മിലുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇന്ത്യക്കാർക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ സേവ് ചെയ്യാൻ തക്ക രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നല്ല കോൺഫിഡൻസ് ഉണ്ട്. നമുക്കറിയാം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടാകുമ്പോൾ അവിടെ നേഴ്സുമാരെ കൊണ്ടുവന്ന്, ഇറാഖിൽ പ്രശ്നം ഉണ്ടാകും, അവിടെയൊക്കെ നേഴ്സുമാരും അവിടെ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരൊക്കെ പുഷ്പം പോലെ നമ്മൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും, ഇന്ത്യക്കാർക്ക് സേഫ് ആവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ എന്തിനാലും ഇത്തരത്തിലുള്ള ഈ യുദ്ധം മിഡിൽ ഈസ്റ്റിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. നന്ദി, നമസ്കാരം. മറ്റു വീഡിയോ കാണാം.